നമസ്കാരം. ബിഗ് ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. സമീപകാലത്ത് ഏറ്റവും അധികം മാധ്യമശ്രദ്ധ നേടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ PS ശ്രീധരൻപിള്ള. അദ്ദേഹം രണ്ടാം തവണ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം സംഭവബഹുലമായിരുന്നു കാര്യങ്ങൾ. വിവിധ മേഖലകളിലെ വിദഗ്ധരടങ്ങുന്ന ഒരു പാനലാണ് ശ്രീ ശ്രീധരൻപിള്ളയുമായി സംവദിക്കുക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പത്രപ്രവർത്തകനായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ധന്യരാമൻ, ജന്മഭൂമി റെസിഡന്റ് എഡിറ്റർ ശ്രീ K കുഞ്ഞിക്കണ്ണൻ എന്നിവരാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾക്ക് തുടങ്ങി വെക്കാം. പ്രസിഡന്റ്, നമ്മുടെ അവതാരകൻ പറഞ്ഞത് താങ്കൾ രണ്ടാം തവണ പ്രസിഡന്റായതിനു ശേഷം സംഭവബഹുലമാണ് കാര്യങ്ങൾ. അങ്ങേക്ക് തോന്നിയോ? അത് ആ ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ, ആ നിരീക്ഷണത്തെ അങ്ങെങ്ങനെ കാണുന്നു? രണ്ടാം ഘട്ടം മാത്രമല്ല, ഞാൻ 40 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ആളാണ്. BJP തുടങ്ങിയ ദിവസം മുതൽ ഞാൻ അതിൽ അംഗമാണ്, 80-ൽ. അതുകൊണ്ട് ഇന്നും സംഭവബഹുലമാണ് BJPയുടെ രാഷ്ട്രീയം. അതുപോലെ ഞാൻ അഭിഭാഷക വൃത്തി ഉൾപ്പെടെയുള്ള മേഖലകൾ. അപ്പോൾ സംഭവബഹുലമായ ജീവിതം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലും ആകാം, പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. ഏതായാലും അതിനെ ഞാൻ തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവും കൂടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയനായി അല്ലെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണെന്ന് തോന്നുന്നു. BJPയുടെ ഒരു പ്രധാന സീറ്റിൽ, അതായത് തിരുവനന്തപുരമോ പത്തനംതിട്ടയോ, ഈ 2 സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ താങ്കൾ മത്സരിക്കും. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ താങ്കൾ ഇല്ല. അതെന്തുകൊണ്ടാണ്? എന്ത് സംഭവിച്ചു? മാധ്യമ സൃഷ്ടിയാണ്. ചില മാധ്യമ സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും അടുപ്പമുള്ളവർ പോലും അതിനെ സംബന്ധിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. ധാർമ്മികതയും സത്യസന്ധതയുമുള്ള ഒരു കാലഘട്ടത്തിൽ അതുള്ള ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനെ തന്നെ വിവാദത്തെ കൊണ്ടിടാൻ സാധിക്കില്ല. കഴിഞ്ഞ മാസം 22-ാം തീയതി ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ വന്നു പാലക്കാട്ട്. അദ്ദേഹത്തോട് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ ഉള്ള സന്നദ്ധത ഞാൻ പ്രകടിപ്പിച്ചു. എന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അതിനുശേഷം പാലക്കാട്ടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ജയിക്കാനല്ല ജയിപ്പിക്കാനാണ് എനിക്കാഗ്രഹം, ഞാൻ അതിനാണ് ഏർപ്പെടാൻ പോകുന്നതെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം മറിച്ചു ഇന്നുവരെ ഞാനൊരു സ്ഥാനാർത്ഥിയാകാൻ ഒരു ആസ്പിറൻ്റായിട്ടോ ഒരു സന്നദ്ധതയോ ഒരു അഭിപ്രായമോ ഒരാളോടും പറഞ്ഞിട്ടില്ല, ഒരു മീഡിയയോടും പറഞ്ഞിട്ടില്ല, പാർട്ടിക്കുള്ളിൽ ഞാൻ ആവശ്യപ്പെട്ടില്ല, പിന്നെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതിന് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ BJPയുടെ നിങ്ങൾ എത്രയോ നേതാക്കന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് BJPയിൽ നിന്നൊക്കെ ഒരു വാർത്ത ലഭിക്കുക അത്ര എളുപ്പമല്ല. ഈ ഇതിനകത്തുള്ള ഈ ജേർണലിസ്റ്റുകൾക്ക് പോലും വൈകിയാണ് അവിടുന്ന് വാർത്തകൾ ലഭിക്കുക. ചോദ്യത്തിന് ഇടയ്ക്കിടെയാണ് വളരെ നിഷ്പ്രയാസമായിട്ട് BJPയിൽ നിന്ന് വാർത്തകൾ കിട്ടും. ഞാൻ പറയുന്നത് വിശ്വാസയോഗ്യമായ വാർത്തകൾ വരാറില്ല. കാരണം താങ്കൾ പറഞ്ഞതുമാതിരി വാർത്തകൾ ധാരാളമായി ലഭിക്കാത്തത് കൊണ്ട് നിർമ്മിത വാർത്തകൾ ധാരാളമാകുന്നുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് ശരിയെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വാർത്താ ഉൽപ്പാദകനായിട്ട് അല്ല താങ്കളെ കാണുന്നത്. നേരത്തെ ആദ്യം ഇവിടെ പ്രസൻറ്റർ സൂചിപ്പിച്ചത് മാതിരി തന്നെ എന്താ പറയുക, ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് താങ്കൾ ഈ പദവിയിലേക്ക് വരുന്നത്. വലിയ ആസ്പിറൻസൊക്കെ വേറെ ഉണ്ടാകാം. ഒത്തിരി ഗ്രൂപ്പുകളുടെ മത്സരം BJPയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമായിരിക്കും. അത് പത്രക്കാരുടെ സൃഷ്ടിയല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ. ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിൽ അതിൻ്റെ ഒരു സംഘർഷാത്മകത കുറയ്ക്കാനാണോ പ്രത്യേകിച്ചൊരു ഗ്രൂപ്പിൻ്റെ പിന്തുണയൊന്നുമില്ലാത്ത ശ്രീധരൻപിള്ള വന്നത് എന്ന് ഒരു ചോദ്യം എനിക്കുണ്ട്. ഒന്ന്, അത് എന്തായാലും ഗുണം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്, താങ്കളിപ്പോൾ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഒരു തവണ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ധാരാളം ലിസ്റ്റിൽ 1-ാം പേരുകാരനാണ് ഞാൻ എന്ന് താങ്കൾ പറയുകയുണ്ടായി. അങ്ങനെ പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനൊരു ആസ്പിറൻസി ഇല്ല എന്ന് പറയാനാവുക? ഞാൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ബെസ്റ്റ് എവിഡൻസ് എന്താ ഞാൻ പറയുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മീഡിയയിലും ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് പറയുന്നത് വാർത്ത ചോർത്തി കൊടുക്കാൻ ആർക്കും സാധിക്കും. പിന്നെ 2, ഇവിടെ പോസിറ്റീവ് വാർത്തകൾക്ക് ടേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന വായനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ട് നെഗറ്റീവ് വാർത്തകൾ വായിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ പാത്രം നോക്കി പകർന്നു കൊടുക്കാൻ മാധ്യമങ്ങൾ, ഇപ്പോൾ BJPയിലെല്ലാം നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ വായിക്കാൻ ആളുണ്ടാവില്ല, ഇത് കൊടുക്കുക. അതുകൊണ്ട് ഇതിലൊന്നും എനിക്ക് യാതൊരു ആശങ്കയുമില്ല. നാടോടുമ്പോൾ നടുവേ ഓടുക ഒരു ബിസിനസ് കൂടിയാണ് ഈ മത്സരങ്ങൾ. ഇതൊക്കെ സംഭവിക്കാം. അതിൻ്റെ മീഡിയകളില്ലാതെ ഒരു ജനാധിപത്യം മുന്നോട്ട് പോവില്ല.
നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് അത് ഇല്ലാതെ പോകില്ല. അറിഞ്ഞുകൊണ്ടാണോ നിങ്ങളുടെ പ്രവർത്തകർ, എത്ര മാധ്യമ പ്രവർത്തകരാണ് ഈ അടുത്തിടെ ആക്രമിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ പട്ടാപ്പകൽ ഈ തിരുവനന്തപുരം നഗരത്തിലെ തെരുവിലിട്ടിട്ടാണ് കൈരളി ചാനലിൽ ഒരു പെൺകുട്ടീനെ പിടിച്ച് ദേഹത്തൊക്കെ പിടിച്ച് വലിച്ചൊരു പട്ടാപ്പകൽ അങ്ങനെ ചെയ്യാമോ? അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രവർത്തകർക്ക് നിങ്ങൾക്ക് എന്ത് ബോധമാണ് കൊടുക്കുന്നത്? എന്ത് ബോധമാണ് കൊടുക്കുന്നത്? എന്നിട്ടല്ലേ നിങ്ങളെ മാധ്യമപ്രവർത്തകർ നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തു അല്ലേ? എത്ര നാൾ നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തു? ഞാൻ ദയവ് ചെയ്ത് താങ്കൾ കഥ അറിയാതെ ആട്ടം പാടുകയാണ്. അല്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ ഉത്തരം പറയട്ടെ. നിങ്ങൾ പറയൂ. താങ്കൾ മറുപടി നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ചോദ്യം പറഞ്ഞ് കഴിയണ്ടേ സാർ? നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ദയവ് ചെയ്ത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. BJP-യിലെ ഗ്രൂപ്പിസത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ BJP-യിൽ? BJP-യിൽ യാതൊരു ഗ്രൂപ്പുമില്ല. ഈ നിമിഷം വരെ ഞാൻ പ്രസിഡൻ്റായ ശേഷം ഞാൻ വിമർശന വിധേയമായ ഒരു സംഭവവും പാർട്ടിയിലുണ്ടായിട്ടില്ല. പക്ഷേ ക്ലോസ് ഡോർ മീറ്റിംഗ് നടക്കുമ്പോൾ പുറത്തുനിന്ന് അതെല്ലാ പാർട്ടികളും അത് ഫേസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, ഇപ്പോൾ സ്ഥാനാർത്ഥികളെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏക അഭിപ്രായത്തിലല്ലാതെ ഞങ്ങളുടെ കോർ കമ്മിറ്റിയിൽ ഒരു ചർച്ചയെ വന്നിട്ടില്ല. സ്ഥാനാർത്ഥികൾ ഇന്നാൾ വേണം, ഇന്ന് ആരും അങ്ങനെ, ഇതെല്ലാം അയച്ചു കൊടുക്കുന്നു. പക്ഷേ വാർത്ത വരുമ്പോൾ തമ്മിലടി എന്നും പറഞ്ഞുകൊണ്ടാണ്. അതിപ്പോൾ സ്വാഭാവികമാണ്. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലാണ് ഉണ്ടാകുന്നതാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നതിലോ മീഡിയയെ പോലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള ഇത്തരം ഒരു പരാതി താങ്കൾക്ക് നാഷണൽ മീഡിയയെ സംബന്ധിച്ചുണ്ടോ? ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം. ശബരിമലയോട് ബന്ധപ്പെട്ട അക്രമ സംഭവം ഉണ്ടായത്, ഇപ്പം അന്നത്തെ ഒരു സംഭവം, കൊല്ലത്തെ ഒരു സംഭവം, പിന്നെ ഇവിടെ അന്ന് ഒരു പക്ഷേ എൻ്റെ സഹോദരി പറഞ്ഞ അതായിരിക്കും. അന്നത്തെ 3 സംഭവങ്ങളാണ് BJP-ക്കാർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ സംഭവത്തിൽ പിന്നീട് മനോരമയിൽ തന്നെ ഫോട്ടോ സഹിതം ആ സംഭവത്തിൽ കാവ്യമുണ്ടുടുത്ത് വന്ന് ചെയ്തത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയിൽ ഉണ്ടായ സംഭവത്തിൽ ആ പരിക്ക് പറ്റിയ സംഭവം എന്ന് പിന്നീട് തെളിഞ്ഞു. ഇവിടെ കൊല്ലത്തെ സംഭവത്തിൽ പിടിച്ചു തള്ളുകയും മറ്റും ചെയ്തു, അക്രമം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായ സംഭവത്തിൽ അന്നേരം തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻറ്റും VK കൃഷ്ണദാസും 2 പേരും പരസ്യമായി മാപ്പ് പറയുകയും അവരുടെ പേരിൽ നടപടി എടുക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ആദ്യമായിട്ട് മാധ്യമങ്ങൾ BJP ബഹിഷ്കരിക്കാൻ ഒരു ദിവസത്തേക്കാലം തീരുമാനിച്ചു. ഈ സംഭവം ഉണ്ട്. മാധ്യമങ്ങൾ അങ്ങനെ ബഹിഷ്കരിച്ചാൽ പിന്നെ രാജനൈതിക രംഗമുണ്ടോ, ജനാധിപത്യമുണ്ടോ? അപ്പോൾ ഞാൻ പറയട്ടെ, ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലല്ല, അവിടെ മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ BJP തീരുമാനിക്കുക. അല്ലല്ല, മാധ്യമങ്ങൾ ആ ഒരു ദിവസം, ആ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു ദിവസം BJP നേതാക്കളെ മാധ്യമങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു ദിവസം ഉണ്ടായി. അത് കഴിഞ്ഞ് നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങളെ കൃത്യമായിട്ട് ബഹിഷ്കരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. കാരണം അത് പറയാൻ കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ അവർ ചാനലുകളിൽ 9 മണിക്ക് തുടക്കുന്ന ചർച്ചകളിൽ തൽക്കാലം BJP നിങ്ങോട്ട് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി, നിർബന്ധിക്കേണ്ട, നമ്മളതിന് പോകേണ്ടതില്ല എന്ന് ഒരു മാസക്കാലം കഴിഞ്ഞു. ആരും ആവശ്യപ്പെട്ടില്ല. നമ്മൾ പിന്നെ ആ ഒരു മാസക്കാലം കഴിഞ്ഞപ്പം നമ്മൾ ചെയ്യും. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി, അംഗീകൃത രാഷ്ട്രീയ പാർട്ടി, അതിലുള്ള 3 സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഇതൊക്കെ പറയുമ്പം ഞാൻ ഒരിക്കലും സത്യവിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നയാളല്ല. അതുകൊണ്ട് ഇതിൽ ചെയ്യാത്ത കുറ്റത്തിന് പ്രതിക്കൂട്ടിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ശ്രീധരൻപിള്ള, നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ചെറിയ അല്പം ഒരു ക്ഷമ പ്ലീസ്. ധന്യ ചോദിച്ചപ്പോഴും ആ ധന്യ ചോദ്യം പൂർത്തിയാക്കിയിരുന്നില്ല. അതിനിടയ്ക്ക് ഉത്തരവും ചോദ്യമൊക്കെ കേട്ടൊക്കെ പോയി. അതിലേക്ക് പോകുന്നില്ല. അത് ശരിയല്ല. അവർ ചോദിച്ച ചോദ്യത്തിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ വേദന ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഫാത്തിമ എന്ന് പറയുന്ന ധന്യ പറഞ്ഞത് ഫാത്തിമ എന്ന് പറയുന്ന അല്ലേ, ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഈ ക്യാമറ പേഴ്സന്റെ ജോലി എടുത്താണ് കുടുംബം പോറ്റുന്നത്. തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്. കൈരളി ടിവിയിലെ ക്യാമറ പേഴ്സൺ തിരുവനന്തപുരം. അതാണ് ധന്യാണ് ഉദ്ദേശിച്ചത്. എന്റെ ശ്രദ്ധയിലേ അത് പെട്ടിട്ടില്ല. മാധ്യമ പ്രവർത്തകന്മാരെ ആക്രമിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ മോള് ഏഷ്യാനെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവളെ കയ്യേറ്റം ചെയ്തു, അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവന നടത്തി.
ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രചരണം ആ രീതിയിലാണ്. അപ്പോൾ അത്തരം പ്രചരണങ്ങളെ എങ്ങനെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്? കള്ളപ്രചരണമാണ്. സ്വന്തം മകളെ മുൻനിർത്തി മാധ്യമപ്രവർത്തക മകളെ പറ്റി ഏറ്റവും സീനിയർ ജേർണലിസ്റ്റായ ഒരാൾ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് നമ്മൾ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇതാണ് സംഭവിക്കുന്നത്. പ്രസ്താവന ഇറക്കിയതാണ്. നമ്മൾ അങ്ങനെ ടാർഗറ്റ് ആക്കുന്നത്, നിങ്ങൾക്ക് എതിർക്കാം, BJP 100% എതിർക്കാം, BJPയുടെ ഏത് കാര്യവും പറയാം. പക്ഷേ അന്ധമായ BJP വിരോധം കൊണ്ട് പോകുന്നത് നമ്മുടെ സംശുദ്ധമായ പൊതുമേഖലയ്ക്കും രാഷ്ട്രീയ, ഞാൻ എന്നുവെച്ചാൽ BJPക്കാർ അക്രമം കാണിക്കുന്നില്ല, അക്രമം കാണിക്കുന്ന നടപടിയെടുക്കും. അതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, പിന്നെ ഗ്രൂപ്പ് പ്രവർത്തനേ ഇല്ല നിങ്ങളുടെ പാർട്ടി. ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ വെച്ചായിരുന്നല്ലോ താങ്കൾ സുവർണാവസരത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. ആ സുവർണാവസരത്തിൻ്റെ പ്രഖ്യാപനം വളരെ ലൈവ് രീതിയിൽ പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ആ ഗ്രൂപ്പാണ് ഇത് പുറത്തേക്ക് വിട്ടതെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ സംശയിച്ചാൽ എങ്ങനെയാണ് താങ്കൾക്ക് എതിർക്കാൻ കഴിയുക? ഒരു പാർട്ടിയുടെ മീറ്റിങ്ങിൽ എൻ്റെ പ്രവർത്തകന്മാരോട് ഇതാ നമുക്കൊരു രാഷ്ട്രീയമായി നല്ല അവസരം കൈവന്നിരിക്കുന്നു, നമ്മളെല്ലാവരും പ്രവർത്തിക്കണം, അത് സമാധാനപരമായിരിക്കും, അക്രമം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ ഒരു വേണ്ട, പാർട്ടി പ്രസിഡന്റ് വേണ്ട, ഒരു പൊതുപ്രവർത്തനം എന്നല്ലൊക്കെ എൻ്റെ ഫണ്ടമെന്റൽ. ഒരു തരത്തിലുള്ള ഗ്രൂപ്പിസവും പാർട്ടിയിലില്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? പത്തനംതിട്ടയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. ഏറ്റവും അവസാനമാണ് സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ, ഏറ്റവും അവസാനം. ഇവിടെയെങ്കിലും ഞങ്ങൾക്ക് നീതി തരാൻ നിങ്ങൾക്ക് സാധിക്കണം. സാധാരണ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസത്തിൻ്റെ 4-5 ദിവസം മുമ്പാണ് നാഷണൽ പാർട്ടികൾ പൊതുവിൽ, ജനറലിയാണ് ഞാൻ പറയുന്നത്, പൊതുവിൽ സ്ഥാനാർത്ഥി പട്ടിക വരാറുള്ളത്. അല്ല, ആ വൈകൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രി തന്നെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലല്ല, ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കൂടി ഞാൻ പറയുന്നുണ്ട് ശ്രീധരൻപിള്ള, കുറെ കൂടി വിശ്വാസയോഗ്യമായിട്ട്. എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു വൈകലിന് കാരണം? തൃശ്ശൂർ സീറ്റ് നേരത്തെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നുവെങ്കിൽ, അവർ തന്നെ കേട്ടിരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ താങ്കൾ പത്തനംതിട്ടയിലും സുരേന്ദ്രൻ തൃശ്ശൂരും മത്സരിക്കുമായിരുന്നു. അതൊരു ഇഷ്യൂ അല്ലാതെ പോകുമായിരുന്നു. അങ്ങനെ അവൻ താങ്കൾക്ക് ആസ്പിറേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാനത് പരിഗണനയ്ക്ക് എടുക്കുന്നില്ല. ആ ഇഷ്യൂ അങ്ങനെ പരിഹരിക്കപ്പെടുമായിരുന്നു. അതിനെ കൃത്യമായും വൈകിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് BJPയേക്കാൾ കൂടുതൽ BDJS ആയിരിക്കാനാണ് സാധ്യത. ഇവിടെ വരുന്നൊരു പ്രധാന പ്രശ്നം, ശ്രീ ശ്രീധരൻപിള്ള NSSൻ്റെ കാൻഡിഡേറ്റായിട്ട് വരികയും അതേമാതിരി സുരേന്ദ്രൻ അങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമ്പോൾ സുകുമാരപിള്ളയെ തോൽപ്പിക്കുക എന്ന SNDPയുടെ കോസില്ലേ, അവരുടെ ഒരു റിയലായ കോസാണത്. റിയൽ എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു എൻമിറ്റി ഉണ്ട് അവരുടെ ഇടയിൽ. അതിനുവേണ്ടി ശ്രീധരൻപിള്ള മത്സരിക്കാതിരിക്കുക. സത്യത്തിൽ ശ്രീധരൻപിള്ള സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നത് ആസ്പിരന്റ് അല്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹം ഒരു രക്തസാക്ഷിയായി തീരുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത്, 2 സമുദായ സംഘടനകൾ തമ്മിൽ മത്സരിച്ചപ്പോൾ സുരേന്ദ്രൻ ആ സീറ്റ് കിട്ടുമ്പം അതിൻ്റെ ഒരു സിഗ്നിഫയർ എന്താണ്? എൻ്റെ ആത്മമിത്രമായ ബാസുരേന്ദ്ര ബാബു നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല, നല്ലൊരു കലാകാരൻ, നല്ല ചിന്തിക്കുന്ന ആ തരത്തിലുള്ള ഭാവനയുള്ള ആളാണ്. അങ്ങയുടെ ഭാവനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹായകമായി ഈ ഒരു തിയറി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് NSS SNDPയും നായർ ഈഴവ ഇഷ്ടത്തേക്ക് വരണ്ട, ഞങ്ങൾ രണ്ടുപേരും നായർ ഈഴവ ഇതിൻ്റെ പേരിൽ ഒരവകാശവാദം ഉന്നയിക്കുന്നവരല്ല, ഞാനായാലും താങ്കൾ പറഞ്ഞ മറ്റേ സ്ഥാനാർത്ഥിയായാലും. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, അത് BJP കുറിച്ച് പൊതുവിലുള്ള തിരഞ്ഞെടുപ്പല്ല, താങ്കൾ ഇപ്പോൾ കിട്ടിയ സമയത്ത് താങ്കളെ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്, പൊതുവേദിയിൽ ചോദിക്കാവുന്നതുകൊണ്ട്. എപ്പോഴെങ്കിലും കേരളത്തിൻ്റെ ദേശീയ ആവശ്യം, മലയാളി ദേശീയത ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ ചാമ്പ്യനാകാൻ എന്തുകൊണ്ട് BJP കഴിയുന്നില്ല? 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇവിടെ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കത്തിന് വേണ്ടുവണ്ണം ഒരു പണം സ്വരൂപിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മലയാളിത്തം ഉണ്ടാകുമായിരുന്നു. അതുമാതിരി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും കൂടി വന്നിരുന്നു. പിന്നെ ഒരു IIT, IMS, എയിംസോ IITയോ ഇവിടെ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഒരു ശ്രമം താങ്കളുടെ ഭാഗത്ത് നിന്ന്, താങ്കളുടെ എന്നല്ല പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമായിരുന്നു എങ്കിൽ കഴിയുമായിരുന്ന കാര്യമാണ് നിങ്ങൾക്ക്. അതിന് നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ആൻറ്റി മലയാളിയാണോ? എൻ്റെ സുഹൃത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും അതാണല്ലോ, അത് നിഷേധിക്കില്ലല്ലോ, വീണ്ടും ആവർത്തിക്കുക. ഇത് പിൻവലിച്ചു. ഇത് പഴയകാല CPMൽ ഇപ്പോൾ സഹയാത്രിയാകുന്നതിന് മുമ്പുള്ളൊരു തിയറിയാണ് അങ്ങ് ഈ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊടുത്തതെല്ലാം തിരിച്ചു പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത ഗതികേടിലാണുള്ളത്. അപ്പോൾ അതിൽ ഒരു സംഭവം അങ്ങനെ ചൂണ്ടിക്കാണിച്ചല്ല, കേരളത്തോട് നീതി കാണിച്ചു എന്നുള്ളത് പിണറായി വിജയൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിൽ. മറിച്ചുള്ളത് രാഷ്ട്രീയ പ്രചരണമാണ്.
ശബരിമല താങ്കളുടെ പാർട്ടി വളരെ നേതൃത്വം കൊടുത്തെടുത്തൊരു കാര്യമാണ്. അതിനിടയ്ക്ക് ധന്യ പറഞ്ഞതിനോട് ചേർത്തൊന്ന് ചോദിക്കാറുണ്ട്, അവിടെയും നിങ്ങൾ സ്ത്രീകളായ മാധ്യമപ്രവർത്തകരെ വരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അത് കാവ്യം എടുത്തു വന്ന CPM-കാരൊന്നുമില്ലായിരുന്നു, BJP-കാരായിരുന്നു, RS-കാരാണെന്നുള്ളത് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് BJP ഈ ശബരിമല വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ഉപയോഗിക്കുമെന്ന് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാനിക്കണം. അതോടനുബന്ധിച്ചുള്ള നിയമം അനുശാസിക്കുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റിനെ മാനിക്കണം. ശബരിമലയിൽ 35,000 ആളുകളെങ്കിലും കള്ളക്കേസിൽ പ്രതികളാക്കിയത്, അവിടെ വേട്ടയാടപ്പെട്ടത്, അവിടെ ശബരിമല പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദികളുടെ ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങൾ, ശബരിമലയെ തകർക്കാനുള്ള ശ്രമം, ലോകത്തിലെ 5.5 കോടി ആളുകൾ വരുന്ന യൂണിക് ടെമ്പിൾ, ആ ടെമ്പിളിനെ തകർക്കാനുള്ള ശ്രമം, ഇത്തരം പ്രശ്നങ്ങളെല്ലാം പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് നിഷേധിക്കാൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം സാധിക്കില്ല. പക്ഷേ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെയോ അല്ലെങ്കിൽ വിഗ്രഹത്തെ കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നതിനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ നിലയിൽ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി ചോദിച്ച കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള വോണ്ടഡ് ഫീലിങ്സ് അവർക്ക് ഉപയോഗിക്കാം. ഇത് സംശയമില്ല. പക്ഷേ ഞാൻ ഇതിലൂടെ ഒന്ന് സപ്ലിമെൻ്റ് ചെയ്യട്ടെ. അപ്പോൾ വിശ്വാസികളുടെ പേരിൽ ഒപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത്. ആചാര സംരക്ഷണം ഒരു പരിധിവരെ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. എനിക്കതിനകത്ത് അഭിപ്രായത്തില്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുണ്ടായിരുന്നത്. ആ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ഓർഡിനൻസ്, അത് ഒരു നിയമനിർമ്മാണത്തിൻ്റെ രീതിയിലേക്ക് പോയില്ല. അതോ ഞാൻ ചോദിക്കുന്നത്, ഈ BJP-യുടെ പ്രകടനപത്രിക വരാൻ പോകുന്നേ ഉള്ളൂ. വരുന്ന പ്രകടനപത്രികയിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടാകുമോ? സംസ്ഥാന സമിതി അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒന്ന്, സുപ്രീം കോടതി കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. 4 റിവ്യൂ ഹർജികൾ ഫയലാക്കിയിട്ടുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ, ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ, അതുപോലെ തന്നെ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ, പിന്നെ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഡയറക്റ്റായിട്ടൊരാൾ ഒരെണ്ണം കൊടുത്തു. ഈ 4 കേസുകളിലും വാദം നടത്തിയിരുന്നു. ഏറ്റവും ഉന്നതരായ ലോയേഴ്സ് അതിൽ വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കക്ഷി ചേർന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത്, അങ്ങ് ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് സബ്ജക്റ്റിൽപ്പെട്ട ആക്റ്റും റൂൾസും അത് 2 തവണകളായിട്ട് പാസ്സാക്കിയെടുത്തതാണ്. ദേവസ്വം ബോർഡ് നിയമവും അതിനുശേഷമുള്ള ഈ എൻട്രിയെ സംബന്ധിച്ചുള്ള നിയമവും. അതിലെ സെക്ഷൻ 3 ആണ്, 3ാമത്തേതാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിട്ട് സ്ത്രീകൾക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ലെജിസ്ലേഷനിൽ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് കേരളത്തിൽ കുറച്ചു കാലം രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു. രാഷ്ട്രപതി ഭരണത്തിൻ്റെ സമയത്ത് പാസ്സാക്കിയ അന്നത്തെ നിയമമായതുകൊണ്ട് അത് സെൻട്രലിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സെൻട്രലിന് ആ നിയമത്തിൽ, ആ നിയമനിർമ്മാണത്തിൻ്റെ ഭേദഗതിയിൽ ഇടപെടാൻ സാധിക്കില്ല. എന്താണ്, ഒരു വ്യക്തിയുടെ വൈകാരിക ആവശ്യമാണ് മതം എന്ന് പറയുന്നത്. പിന്നീട് ഈ മതം വന്ന് സമൂഹത്തെയും രാഷ്ട്രീയത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വലിയൊരു ഘടകമായി മാറി ഇന്ത്യയിലായാലും കേരളത്തിലായാലും. ഇതിൻ്റെ ഇടയിൽ ശരിക്കും പെട്ടുപോയത് ഞങ്ങൾ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ 30 കോടി വരുന്ന ദളിതരും ആദിവാസികളും, അല്ലെങ്കിൽ കേരളത്തിലെ 65 ലക്ഷത്തോളം വരുന്ന ദളിതരും ആദിവാസികളുമാണ്. ഒരുപക്ഷെ നേതാവെന്ന നിലയിൽ നിങ്ങൾ നല്ലൊരു നേതാവായിരിക്കും. നിങ്ങൾ ചിലപ്പം ഒരുപാട് അണികൾക്കിടയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാത്തൊരു നേതാവായിട്ടാണ് എനിക്ക് ശ്രീധരൻപിള്ള സാറിനെ തോന്നിയത്. കാരണം ഈ ശബരിമല ഇഷ്യൂക്ക് ഇത്രയും കത്തിക്കാളി നിന്നിട്ട് ഞങ്ങൾക്കിപ്പോഴും ഈ BJP RSSനെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതിനൊരു കാരണമുണ്ട്. ഇപ്പം പോലും ഞങ്ങളെ ആ ശബരിമല ഇരുന്നത് മലയരേൻ്റെ ആണെന്ന് ഒന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു വിഭാഗം ഹിന്ദുത്വ ആളുകളെ ഞങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അത്രയും പോലും ഞങ്ങളുടെ ദ്രവീഡിയൻ ജനതയുടെ ചരിത്രമാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. ആ ശബരിമല ടെമ്പിളിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ, കരിമലയിൽ പോയാൽ ഞങ്ങളുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ആ 2.5 ഏക്കറിലെ കുളവും ആ ഞങ്ങളുടെ മുഴുവൻ ചരിത്രവും അവിടെ ഉറങ്ങിക്കിടപ്പുണ്ട്. BJP RSS വിരുദ്ധമാണ് അവരുടെ സമീപനം. അതിനെ വെറുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ട് മാഡം, ശരി, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്കതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള അവകാശമുണ്ട്. മലയാളി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം 10-ാം തീയതി എൻ്റെ യാത്ര, ലോങ് മാർച്ച് നടത്തിയ അവസരത്തിൽ കേരളത്തിലെ KPMSൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും മാഷ്, അതുപോലെ തന്നെ മലയരയ സമുദായത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമാണ് എനിക്ക്
ആദ്യത്തെ മാല തന്നുകൊണ്ട് എന്നെ അവിടെ നിന്ന് യാത്രയാക്കിയിട്ടുള്ളത്. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി MP-മാരുള്ള MLA-മാരുള്ള പാർട്ടി BJP ആണ്. മറ്റുള്ളവർക്ക് അവകാശപ്പെടാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ അംഗീകാരത്തിന് എനിക്ക് എൻ്റെ സഹോദരിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നാൽ നല്ലതാണ്. അവർക്ക് അതിൽ വ്യത്യസ്തമായ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ മാഡം. ഈ അസഹിഷ്ണുതയാണ് നമുക്കുള്ള പ്രശ്നം. അതുകൊണ്ട് BJP ആ തരത്തിലാണ് ദളിതുകൾക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചോളൂ, അതിന് ഉള്ള സ്വാതന്ത്ര്യമില്ലേ? പറയട്ടെ. അട്രോസിറ്റീസ് നിയമത്തിന് വെള്ളം ചേർക്കാൻ വന്നിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോ 10 പേരെയല്ലേ പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നത്. അല്ല, അത് ചോദ്യമല്ല, ചോദ്യത്തിലേക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ VM വേലായുധൻ താങ്കളുടെ ഉപാധ്യക്ഷൻ ഇതേ വിഷയം രംഗത്ത് കൊണ്ടുവന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചോദിക്കുന്നത്. അതായത് SC/ST വിഭാഗത്തിലുള്ള 2 സംവരണ സീറ്റുകൾ അത് BJP മാറ്റിവെച്ചു, ഘടകകക്ഷികൾ കൊടുത്തു. തങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു പരിഗണനയും ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പാർട്ടി കേരള പുലയ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ നീലകണ്ഠൻ മാഷ് മാവേലിക്കരയിലും അവരുടെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് ബഹുമാനപ്പെട്ട പാർട്ടി അത് ഏറ്റെടുത്തില്ല എന്ന് പറയുന്നു. ബാബു മറ്റേ സംവരണ സീറ്റിലും സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വന്നു. അവർ രണ്ടുപേരും സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫൈനലൈസ് ചെയ്യേണ്ട സംവിധാനം അവർ തീരുമാനിക്കും. അതുകൊണ്ട് ആ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏറ്റവും അവസാനം നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതീക്ഷ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. പ്രതീക്ഷ ഇന്ത്യയിലല്ല, കേരളത്തിൽ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വരും. കേരളത്തിൽ ഒട്ടേറെ സീറ്റുകളിൽ BJPക്ക് അത് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഞങ്ങൾ വെറുതെ നിൽക്കുന്നത് പറയില്ലേ, അത്ര ബുദ്ധിശൂന്യത ഞാൻ കാണിക്കില്ല. അതുകൊണ്ട് ഒട്ടേറെ സീറ്റുകൾ BJP ജയിക്കും. ഈ ശബരിമലയിൽ വിശ്വാസികളുടെ അനീതി കാണിച്ച പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ തകരുന്ന, അതുപോലൊപ്പം അതിനെ പിന്നിൽ നിന്ന് കുത്തിയ കോൺഗ്രസ് പാർട്ടി, അതാണല്ലോ സമരം തുടങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ലേ, 4-ാം തീയതി തുടങ്ങി 6-ാം തീയതി ഇടപെടില്ല എന്ന് പറഞ്ഞു. ആ 2 കൂട്ടർക്കും ശബരിമല തന്നെയാണ് BJP ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീധരൻപിള്ള വലിയ പ്രതീക്ഷയാണ് ആ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നത്. നമസ്കാരം.